നമസ്കാരം. പാട്രിക് കിങ്ങിന്റെ ആശയങ്ങളെ അടിസ്ഥാനമാക്കി നമ്മളൊരു കിടിലൻ കാര്യം പഠിക്കാൻ പോവുകയാണ്. മറ്റൊരാളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് കൃത്യമായി അറിയാൻ പറ്റിയിരുന്നെങ്കിൽ എന്നെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ശരിക്കും ആളുകളെ ഒരു തുറന്ന പുസ്തകം പോലെ വായിക്കാൻ പഠിക്കുന്നൊരു യാത്രയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. മറ്റുള്ളവരെ ശരിക്കും മനസ്സിലാക്കാനുള്ള താക്കോല് അത് നമ്മുടെ കയ്യിലെത്താൻ പോവുകയാണ്. ഈ ഒരു വാചകം എനിക്ക് കുഴപ്പമൊന്നുമില്ല. എത്രയോ തവണ നമ്മളിത് കേട്ടിട്ടുണ്ട് അല്ലേ? പക്ഷേ ആ മുഖഭാവം ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കും പറയുന്നത്. അപ്പോ ഈ വാക്കുകളും യഥാർത്ഥ വികാരങ്ങളും തമ്മിലുള്ളൊരു വലിയ വിടവില്ലേ? ആ വിടവ് നികത്താനാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത്. ആളുകൾ പറയാതെ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം? നമുക്ക് നോക്കാം. അതെ, ഓരോ സംഭാഷണത്തിനും ഓരോ നോട്ടത്തിനും പിന്നിൽ ഒരു രഹസ്യഭാഷയുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ഒരു വഴികാട്ടിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോ നിങ്ങൾ റെഡിയാണോ? ഈ രഹസ്യഭാഷ നമുക്ക് ഒരുമിച്ച് പഠിച്ചെടുക്കാം. ഒന്നോർത്തു വെച്ചോളൂ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം മുമ്പത്തേക്കാൾ എത്രയോ വ്യക്തമായി കാണാൻ തുടങ്ങും. അപ്പോ നമുക്ക് ഒന്നാമത്തെ പടിയിലേക്ക് കടക്കാം. വ്യക്തമായ കാഴ്ചപ്പാട്. മറ്റൊരാളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവരെ ശരിക്കും കാണാൻ പഠിക്കുക എന്നതാണ്. കാരണം നമ്മളെല്ലാവരും നമ്മുടെ സ്വന്തം കണ്ണട വെച്ചാണ് മറ്റുള്ളവരെ നോക്കുന്നത്. ആ കണ്ണട നമ്മുടെ കാഴ്ചയെ എങ്ങനെയാണ് മാറ്റുന്നതെന്ന് നോക്കാം. ഇതൊരു അടിപൊളി വാചകമാണ്. മിക്ക ആളുകളും ലോകത്തെ യഥാർത്ഥ രൂപത്തിൽ കാണുന്നില്ല. അവർ അവരെ എങ്ങനെയാണോ അതുപോലെ ലോകത്തെ കാണുന്നു. എന്താ ഇതിന്റെ അർത്ഥം? സിമ്പിളാണ്. നമ്മുടെ സ്വന്തം വികാരങ്ങള്, നമ്മുടെ മുൻവിധികള്, നമ്മുടെ പഴയ അനുഭവങ്ങള്, ഇതെല്ലാമാണ് പലപ്പോഴും മറ്റൊരാളുടെ പെരുമാറ്റത്തെ തെറ്റിദ്ധരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരാളെ ഒരു പുസ്തകം പോലെ വായിക്കാൻ പഠിക്കുന്നതിന് മുൻപ് നമ്മൾ ആദ്യം വായിക്കേണ്ട പുസ്തകം അത് നമ്മൾ തന്നെയാണ്. ഇവിടെയാണ് നമ്മളൊരു സാധാരണ ചിന്തയിൽ നിന്ന് ഒരു വിദഗ്ധന്റെ ചിന്തയിലേക്ക് മാറേണ്ടത്. ഒരു സാധാരണക്കാരൻ എന്തു ചെയ്യും? ഒരാളുടെ വെപ്രാളം കണ്ടാൽ ഉടനെ പറയും, ആഹാ, അവൻ പരിഭ്രാന്തനാണ് എന്ന്. അവിടെ കഥ തീർന്നു. പക്ഷെ ഒരു വിദഗ്ധൻ അങ്ങനെയല്ല. അയാൾ ചോദിക്കും, എന്തുകൊണ്ടാണ് അവൻ ഇപ്പോൾ വെപ്രാളപ്പെടുന്നത്? എന്താണ് അവനെ അസ്വസ്ഥനാക്കുന്നത്? കണ്ടോ വ്യത്യാസം? അപ്പൊ നമ്മൾ ഒരു ഡിറ്റക്റ്റീവിനെ പോലെയാകണം. പെട്ടെന്നൊരു നിഗമനത്തിലെത്തുന്നതിനു പകരം അതിനു പിന്നിലെ കാരണങ്ങൾ അന്വേഷിക്കണം. വെറുമൊരു കാഴ്ചക്കാരനാവാതെ ഒരു അന്വേഷകനാവുക. അപ്പോ നമ്മുടെ ഈ കാഴ്ചപ്പാട് എങ്ങനെ മെച്ചപ്പെടുത്താം? അതിനുവേണ്ടി പരിശീലിക്കാൻ ഇതാ 5 വഴികൾ. 1. വിലയിരുത്താതെ നിരീക്ഷിക്കാം. അതായത് ഇത് ശരി, ഇത് തെറ്റ് എന്ന് ചിന്തിക്കാതെ എന്താണ് സംഭവിക്കുന്നത് എന്ന് മാത്രം നോക്കുക. 2. സാഹചര്യം. ഏത് സാഹചര്യത്തിലാണോ ഒരാൾ അങ്ങനെ പെരുമാറുന്നത് എന്നത് വളരെ പ്രധാനമാണ്. 3. ആവർത്തനങ്ങൾ കണ്ടെത്തുക. ഒരാൾ ഒരേ കാര്യം വീണ്ടും വീണ്ടും ചെയ്യുന്നുണ്ടോ? 4. അവരുടെ സാധാരണ പെരുമാറ്റം എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോഴേ മാറ്റങ്ങൾ അറിയാൻ പറ്റൂ. അവസാനത്തേത്, 5ാമത്തേത്, മാനസികമായി ഒരു ചെറിയ അകലം പാലിക്കുക. ഒരുപാട് ഇമോഷണലായി ആലോചിക്കരുത്. ഈ 5 കാര്യങ്ങൾ ആളുകളെ മനസ്സിലാക്കുന്നതിലെ ആദ്യത്തെ ഏറ്റവും വലിയ ചുവടുവെപ്പാണ്. ശരി, അപ്പം നമ്മുടെ ചിന്താരീതിയൊക്കെ നമ്മൾ ശരിയാക്കി. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. പറയാതെ പറയുന്ന സൂചനകൾ. വാക്കുകൾക്കപ്പുറം ശരീരഭാഷയിലൂടെയും മറ്റ് സൂചനകളിലൂടെയും ആളുകൾ നമ്മളോട് എന്താണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. ഇതാണ് ശരിക്കുള്ള കളി. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാക്കാണ് ബേസ് ലൈൻ അല്ലെങ്കിൽ അടിസ്ഥാന സ്വഭാവം. എന്താണിത്? വളരെ സിമ്പിളാണ്. ഒരാൾ സാധാരണയായി, അതായത് റിലാക്സ് ചെയ്ത് സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് പെരുമാറുന്നത്, അതാണ് അയാളുടെ ബേസ് ലൈൻ. ഈ ബേസ് ലൈൻ മനസ്സിലാക്കിയാൽ മാത്രമേ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം വരുമ്പോൾ അത് നമുക്ക് പിടികിട്ടുകയുള്ളൂ. ഇതൊരു അളവുകോല് പോലെയാണ്. എല്ലാത്തിന്റെയും തുടക്കം ഇവിടെ നിന്നാണ്. അപ്പോ ചോദ്യം ഇതാണ്: ഒരാളുടെ ഈ സാധാരണ പെരുമാറ്റത്തിൽ, ആ ബേസ് ലൈനില് ഒരു മാറ്റം വന്നാൽ അതിന്റെ അർത്ഥമെന്താണ്? ആ ചോദ്യമാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിലേക്ക് കൊണ്ടുപോകുന്നത്. കാരണം ആ സാധാരണ പെരുമാറ്റത്തിൽ നിന്നുള്ള ചെറിയ മാറ്റങ്ങളിലാണ് യഥാർത്ഥ കഥ, ആ രസകരമായ ഉൾക്കാഴ്ചകൾ ഒളിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ശരീരഭാഷയുടെ അടിസ്ഥാന നിയമത്തിലേക്ക് വരാം. തുറഞ്ഞ സൂചനകളും അടഞ്ഞ സൂചനകളും. ഒരാൾ കൈകൾ കെട്ടാതെ നമ്മളിലേക്കൊന്ന് ചാഞ്ഞിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ അതിനർത്ഥം അവർക്ക് കംഫർട്ടബിളാണ്, അവർ ആ സംഭാഷണം ആസ്വദിക്കുന്നുണ്ട്. നേർമറിച്ച് കൈകൾ കെട്ടി പുറകോട്ട് വലിഞ്ഞ് കണ്ണിൽ നോക്കാതെ സംസാരിക്കുകയാണെങ്കിലോ അത് അസ്വസ്ഥതയുടെ ലക്ഷണമാണ്. വളരെ സിമ്പിളായ പക്ഷേ വളരെ ശക്തമായ ഒരു സൂചനയാണത്. ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽഡായി നോക്കാം. ഓരോ വികാരത്തിനും ശരീരം ഓരോ രീതിയിലാണ് പ്രതികരിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരാൾക്ക് നല്ല ടെൻഷനുണ്ടെങ്കിൽ അവരുടെ ശ്വാസം എടുക്കുന്ന രീതി മാറും. ചിലപ്പോൾ അറിയാതെ കൈകൾ കൊണ്ട് വെപ്രാളം കാണിക്കും. നല്ല ആത്മവിശ്വാസമുള്ള ഒരാളാണെങ്കിലോ നല്ല നിവർന്നുള്ള നിൽപ്പ്, കണ്ണിൽ നോക്കിയുള്ള സംസാരം. ഇനി ഒരാൾ സത്യസന്ധനല്ലെങ്കിൽ അവർ അറിയാതെ മുഖത്തും മൂക്കിലുമൊക്കെ തൊടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ചെറിയ സൂചനകളാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുതരും. ഇനി പറയാൻ പോകുന്നത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയൊരു കാര്യമാണ് മൈക്രോ എക്സ്പ്രഷനുകൾ. എന്താണെന്നറിയോ? നമ്മുടെ മുഖത്ത് ഒരു സെക്കൻഡിന്റെ വളരെ ചെറിയൊരംശം സമയം കൊണ്ട് മിന്നിമറിയുന്ന ചില ഭാവങ്ങളുണ്ട്. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തവ. സന്തോഷം, ദുഃഖം, കോപം, ഭയം, പുച്ഛം, ഇങ്ങനെ 7 വികാരങ്ങളുണ്ട്.
വാക്കുകൾ കൊണ്ട് കള്ളം പറയാം, പക്ഷേ ഈ സൂക്ഷ്മഭാവങ്ങൾ പലപ്പോഴും നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ വികാരത്തെ ഒരു മിന്നായം പോലെ പുറത്തു കാണിക്കും. ശരി, അപ്പോൾ നമ്മുടെ സൂചനകളൊക്കെ തിരിച്ചറിയാൻ പഠിച്ചു. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. ഇവിടെയാണ് നമ്മൾ അടുത്ത തലത്തിലേക്ക് പോകുന്നത്: സഹാനുഭൂതിയുടെ ശക്തി. ഒരാളുടെ പെരുമാറ്റം മനസ്സിലാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ പെരുമാറ്റത്തിന് പിന്നിലെ വികാരവുമായി നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? അതാണ് അടുത്ത ചോദ്യം. അതെ, വിശകലനം ചെയ്യുന്നതൊരു കാര്യമാണ്, പക്ഷെ ബന്ധം സ്ഥാപിക്കുന്നത് വേറൊരു കാര്യമാണ്. നമ്മളിത് പഠിക്കുന്നത് ആളുകളെ ജഡ്ജ് ചെയ്യാനോ കുറ്റം കണ്ടുപിടിക്കാനോ അല്ല, ഒരിക്കലുമല്ല. മറിച്ച് അവരുമായി കൂടുതൽ നല്ല ആഴത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാനാണ്. അറിവ് മാത്രം പോരാ, നമുക്ക് വേണ്ടത് കണക്ഷനാണ്. ഒരാൾ ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുമ്പോൾ അതിനു പിന്നിൽ ചില അടിസ്ഥാനപരമായ വൈകാരിക കാരണങ്ങളുണ്ടാവാം. ഒരുപക്ഷെ അത് ഭയമായിരിക്കാം. നമ്മൾ പരാജയപ്പെടുമോ, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ തള്ളിക്കളയുമോ എന്നൊക്കെയുള്ള ഭയം. അല്ലെങ്കിൽ ഈഗോ ആവാം, എല്ലാവരുടെയും അംഗീകാരം വേണമെന്നുള്ളൊരു വാശി. ചിലപ്പോൾ സ്നേഹിക്കപ്പെടാനും വിജയിക്കാനുമുള്ളൊരു ആവശ്യമായിരിക്കാം. അല്ലെങ്കിൽ ചെയ്ത തെറ്റു പുറത്തറിയുമോ എന്നുള്ള നാണക്കേട്. ഈ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആ വ്യക്തിയുടെ പ്രവൃത്തിയെ വെറുതെ കാണുന്നതിനു പകരം അതിനു പിന്നിലെ മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കും. എന്തൊരു സത്യമായ വാചകമാണിതല്ലേ! നിങ്ങളുടെ ഉൾക്കാഴ്ചകളെ മനുഷ്യത്വപരമാക്കുന്ന കഴിവാണ് സഹാനുഭൂതി. വളരെ ശരിയാണ്. നമ്മൾ ഒരാളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി, പക്ഷെ അവരോട് ഒരു തരി പോലും സഹാനുഭൂതി കാണിച്ചില്ലെങ്കിൽ ആ അറിവിനെന്തു വിലയാണുള്ളത്? വെറുമൊരു നിരീക്ഷണത്തെ ആഴത്തിലുള്ളൊരു ബന്ധമാക്കി മാറ്റുന്നത് ഈ സഹാനുഭൂതിയാണ്. അപ്പോ നമ്മുടെ ഈ യാത്രയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്: സാമൂഹിക ബുദ്ധി. ഓക്കെ, നമ്മൾ കാര്യങ്ങൾ കാണാൻ പഠിച്ചു, സൂചനകൾ മനസ്സിലാക്കാൻ പഠിച്ചു, സഹാനുഭൂതിയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു. ഇനി ഈ അറിവുകളൊക്കെ എങ്ങനെ നമ്മുടെ സംഭാഷണങ്ങളിലും ബന്ധങ്ങളിലും പ്രയോഗിക്കാമെന്ന് നോക്കാം. ഇതൊരു ചെറിയ സൂപ്പർ പവർ പോലെയാണ്. ഇതിന് പറയുന്ന പേരാണ് മിററിംഗ്. നമ്മൾ സംസാരിക്കുന്ന ആളുടെ ശരീരഭാഷയോ സംസാരത്തിന്റെ സ്പീഡോ അല്ലെങ്കിൽ ശബ്ദമോ ഒക്കെ വളരെ സൂക്ഷ്മമായി അവരറിയാതെ നമ്മളൊന്ന് അനുകരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് നമ്മളോട് എന്തോ ഒരു കണക്ഷൻ, ഒരു അടുപ്പം തോന്നും. ഇത് ആളുകളുമായി പെട്ടെന്നൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന വളരെ ശക്തമായൊരു വഴിയാണ്. സംസാരിക്കുമ്പോൾ എപ്പോഴും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഏറ്റവും ശക്തമായൊരു ടൂൾ എന്ന് പറയുന്നത് തന്ത്രപരമായ നിശബ്ദതയാണ്. നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ട് അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞിട്ട് കുറച്ചുനേരം മിണ്ടാതിരിക്കുക. ആ നിശബ്ദത അവർക്ക് ചിന്തിക്കാനും ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങൾ പറയാനും ഒരവസരം കൊടുക്കും. നിശബ്ദതയ്ക്ക് ചിലപ്പോൾ വാക്കുകളേക്കാൾ ശക്തിയുണ്ടാകും. എങ്ങനെയാണ് നമുക്ക് ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാവാൻ കഴിയുക? അത് സൗന്ദര്യത്തിന്റെ കാര്യമല്ല, മറിച്ച് മറ്റുള്ളവർക്ക് നമ്മോടൊപ്പം ആയിരിക്കുമ്പോൾ ഒരു സന്തോഷവും സുരക്ഷിതത്വവും തോന്നിക്കുന്ന ഒരു കഴിവാണ്. അതിന് വെറും 3 കാര്യങ്ങൾ ചെയ്താൽ മതി. 1. മറ്റുള്ളവരിൽ ആത്മാർത്ഥമായ താൽപര്യം കാണിക്കുക. 2. അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കി അംഗീകരിക്കുക. നിനക്ക് അങ്ങനെ തോന്നുന്നത് ശരിയാണ് എന്ന് പറയുന്നത് പോലും വലിയ കാര്യമാണ്. പിന്നെ 3-ാമത്തേത്, ഏറ്റവും പ്രധാനം, നിങ്ങളായിരിക്കുക, അഭിനയിക്കാതിരിക്കുക. അപ്പോ ഇതെല്ലാം പഠിക്കുന്നതിന്റെ ആത്യന്തിക ലക്ഷ്യമെന്താണ്? ഇതാണ്: ആളുകളുമായി നല്ല വിശ്വാസം വളർത്തിയെടുക്കുക, മറ്റുള്ളവരെ ഫലപ്രദമായി നയിക്കാൻ പഠിക്കുക, അനാവശ്യമായ പ്രശ്നങ്ങളും തർക്കങ്ങളും ഒഴിവാക്കുക. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ ജോലിസ്ഥലത്തും വ്യക്തിബന്ധങ്ങളിലും ഒരു ലീഡർ എന്ന നിലയിലുമൊക്കെ ഈ കഴിവുകൾക്ക് എത്രത്തോളം പ്രയോജനമുണ്ടെന്ന്. നമ്മുടെ ഈ ചർച്ചയിൽ നിന്ന് നിങ്ങൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരേയൊരു കാര്യം ഇതാണ്: ആളുകളെ വായിക്കാൻ പഠിക്കുന്നത് അവരെ വിധിക്കാനോ അവരുടെ കുറ്റം കണ്ടെത്താനോ അല്ല, മറിച്ച് അവരുമായി കുറച്ചുകൂടി നന്നായി ബന്ധപ്പെടാനാണ്. ഇതൊരിക്കലും മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ളൊരു ആയുധമല്ല, മറിച്ച് അവരെ കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു ഉപകരണമാണ്. അപ്പോ ഈയൊരു ചോദ്യത്തോടെ നമുക്കിവിടെ നിർത്താം. ഇപ്പോൾ നിങ്ങൾക്ക് വഴികളറിയാം. ആരുടെ പെരുമാറ്റമാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കാൻ പോകുന്നത്? ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ വെറുതെ കേട്ടുപോകാനുള്ളതല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കുക. ഒരുപക്ഷെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ പങ്കാളിയെയാകാം, അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെയോ സഹപ്രവർത്തകനെയോ ആകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെ തന്നെയാകാം. ഉറപ്പാണ്, നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം കുറച്ചുകൂടി വ്യക്തവും അർത്ഥപൂർണവുമാകുന്നത് നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയാൻ സാധിക്കും.